ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ലീഗൽ എൻവിറോൺമെൻറ്റിലെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ടോപ്പിക്ക് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എക്സ്റ്റെൻഡ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് LLP ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ട്ണർ ആസ് ഏജൻറ്റ് ഓഫ് LLP. അതായത് ആ ഒരു LLPൻ്റെ കീഴിലുള്ള ആ ഒരു ഫേമിലുള്ള പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് LLPൻ്റെ പാർട്ട്നേഴ്സ് ആണ്, പക്ഷെ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ ഏജൻ്റ് അല്ല. അതായത് LLPൻ്റെ ഏജൻ്റ് ആണ്, എന്നാൽ അവിടെയുള്ള മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ ഏജൻ്റ് അല്ല എന്നാണ് പറയുന്നത്. അത് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ആ ഒരു കമ്പനിയുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേറൊരു കസ്റ്റമറിന് വിൽക്കുകയാണ് ഒരു പാർട്ട്ണർ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പാർട്ട്ണർ ആ ഒരു LLPൻ്റെ ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കൊണ്ട്, മറിച്ച് അവിടെ വേറൊരു പാർട്ട്ണർ അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട്ണർ എന്ത് ചെയ്യണം, ആ ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് മറ്റൊരു പാർട്ട്ണറിനെ ഏജൻ്റ് ആയിക്കാണ്ട് വർക്ക് ചെയ്യാനുള്ള ആളല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഏജൻ്റ് എന്ന് പറയുമ്പോൾ അത് പാർട്ട്നേഴ്സ് ആ ഒരു LLPയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അത് അവർ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു പ്രശ്നം മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യണത്, അത് ഒത്തുതീർപ്പാക്കേണ്ട ആ ഒരു കടമ എന്ന് പറയുന്നത് LLP ആ ഒരു കമ്പനീൻ്റെയാണ്. ഓക്കെ, LLP എന്നുള്ള ആ ഒരു കമ്പനീൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ LLPക്ക് എന്തെങ്കിലും ഒരു നഷ്ടം അല്ലെങ്കിൽ ലോസ് ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ പാർട്ട്നേഴ്സിന് അവർ എത്ര കോൺട്രിബ്യൂഷൻ ചെയ്യുന്നോ ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. എക്സസ് ആയിട്ട് ഒരു എമൗണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു പാർട്ട്ണർ മുഖാന്തരമാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അയാൾ മുഖാന്തരം ഒരു പ്രോബ്ലം മേക്ക് ചെയ്ത് വന്ന് ലോസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പൂർണ്ണമായ അർഹത എന്ന് പറയുന്നത് ആർക്കാണ്? ആ ലോസ് നികത്താനുള്ള ഫുൾ അർഹത ഈ ഒരു ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആൾക്കാണ്. അപ്പോൾ ഇതാണ് എന്ത് പാർട്ട്നേഴ്സ് ആസ് ഏജന്റ് ഓഫ് ദ LLP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിയബിലിറ്റി ആണ് ഹോൾഡിംഗ് ഔട്ട്. ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഒരു വ്യക്തി LLPയിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും തട്ടിപ്പ് നടത്താം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു ABC LLP എന്ന് പറഞ്ഞ ഫേമിൽ അദ്ദേഹം പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് അവിടെ അച്ചടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റിലുള്ള ഒരു വ്യക്തി കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഒരു ABC LLD എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ഒരു ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാർട്ണർഷിപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കാർഡ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് മേ ബി 5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും വസ്തുക്കളോ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പക്ഷെ ഇയാൾ എന്തല്ല, LLP ഒരു പാർട്ണർഷിപ്പിലുള്ള ആളല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇദ്ദേഹം എന്താണ്, ആ ഒരു 5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളോ മറ്റുള്ള ആൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇൻഡിവിജ്വലി അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു LLB ഫേം, അത് ഒറിജിനുള്ള ഒരു ഫേമിന് ഇവരുടെ കാർഡ് സമീപിച്ച് ഫണ്ട് വാങ്ങുകയാണെങ്കിൽ അവരും അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഫ്രോഡ് കാണിച്ചുകൊണ്ട്, അതായത് LLPയിലുള്ള ഒരു പാർട്ട്ണറാണെന്ന് പറഞ്ഞ് കാണിച്ച് കാർഡ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയാലും ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അത് നികത്തണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു LLP ഒറിജിനൽ ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ പോലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം ലിയബിലിറ്റിക്കായിട്ട് വാങ്ങുന്ന സമയത്ത് അതും ആ ഒരു ഫേം നികത്താൻ ബാധ്യസ്ഥനാണ്. നെക്സ്റ്റ് പറയണത് ഒരു മരിച്ചു പോയിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ലീഗലി ആയിട്ട് കുറച്ച് അസറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെന്താണ്, ഈ ഒരു ഫേം അവിടെ എന്ത് ചെയ്യുന്നു, ഹോൾഡിംഗ് ഔട്ട്, അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസറ്റിന് എന്തെങ്കിലും സംഭവിച്ചാലൊന്നും അതിന് ഇവർ ബാധ്യസ്ഥരല്ല, അത് അദ്ദേഹത്തിൻ്റെ അസറ്റുകൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത് ഹോൾഡിംഗ് ഔട്ടിൻ്റെ കേസിലുള്ള ലിയബിലിറ്റി. ഇവിടെ പറയുന്നുണ്ട്, ആഫ്റ്റർ ഹിസ് ഡെത്ത് മെയർലി ബിക്കോസ് ദ ബിസിനസ് ഈസ് കണ്ടിന്യൂഡ് ഇൻ സെയിം ഓർ ഹിസ് നെയിം. അദ്ദേഹം മരിച്ചു പോയാൽ പോലും അദ്ദേഹത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലും അവർക്ക് ഈ ഒരു കമ്പനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ അസറ്റിൻ്റെ പേരിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. നെക്സ്റ്റ് ലിയബിലിറ്റി ആണ് അൺലിമിറ്റഡ് ലിയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ്. അതായത് ഇപ്പോൾ LLPയോ, അതായത് LLP എന്ന് പറഞ്ഞ ഫേമോ അല്ലെങ്കിൽ ഈ LLPൻ്റെ കീഴിലുള്ള പാർട്ട്നേഴ്സോ, അങ്ങനെ ഇവരിൽ ആരെങ്കിലും എന്ത് ചെയ്യാണ്, മനഃപൂർവ്വം ഒരു ഫ്രോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ആ ഒരു ഫേമിലുള്ള എന്തെങ്കിലും ഇപ്പോൾ കടങ്ങളോ എന്തെങ്കിലും നികത്താൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഫ്രോഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ ഒരു കാര്യത്തിന് പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
ഈ ഒരു LLPൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറിൻ്റെയോ ലിയാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലിയാബിലിറ്റി ആക്കും. അതായത് അവർക്ക് ആ ഒരു കടം കൊടുക്കേണ്ട സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, അവരുടെ കോൺട്രിബ്യൂഷന് പുറമെ എന്ത് ചെയ്യണം, അവരുടെ പേഴ്സണൽ അസറ്റ് കൂടി അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് പറയണത്. അതുപോലെ തന്നെ ഇനി LLPക്ക് എന്താണ്, തനിക്കിതിലൊരു റോളും ഇല്ല, പങ്കില്ല എന്ന് തെളിയിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ LLPക്ക് ആ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റി കൊടുക്കുന്ന ആ ഒരു കേസിൽ നിന്നും അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 2 കൊല്ലം വരെ ജയിലിൽ കിടക്കുകയും അതുപോലെ തന്നെ 50,000 മുതൽ 5 ലക്ഷം വരെയുള്ള പാരിതോഷികമാണ് കൊടുക്കേണ്ടത്. മറിച്ച് എന്ത് ചെയ്യുന്നു, ഈ നഷ്ടം ആരാണോ, അതായത് ഇവർ കാരണം ചതിക്കപ്പെട്ടത് ആരാണോ അയാൾക്ക് ഇവർ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇവർ തയ്യാറാകണം. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് അൺലിമിറ്റഡ് കേസ് ഓഫ് ലിയാബിലിറ്റിൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റി ആണ് വിസിൽ ബ്ലോയിങ്. അതായത് ഇപ്പോൾ ഒരു ഫേമിൽ അത് അവിടെ നല്ലത് നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു കോർപ്പറേഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യുന്നു, ആ ഒരു ഇല്ലീഗൽ നിർത്തണം, അതിനി നല്ല രീതിയിലോട്ട് ആ ഒരു കോർപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ നടക്കുന്ന ഇല്ലീഗൽസിനെ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കണു. അതാണ് എന്ത് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെയുള്ള കുറ്റവാളികളെ കണ്ടെത്തും. ഇപ്പോൾ ഈ മേ ബി അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാം, അവിടുത്തെ എംപ്ലോയി ആവാം, അല്ലെങ്കിൽ അവിടുത്തെ പാർട്ട്ണർ ആവാം. അങ്ങനെ ആ ഒരു കുറ്റവാളിനെ കണ്ടെത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഈ കോർട്ടോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ ഇവർക്ക് അവരുടെ മേലിലുള്ള ശിക്ഷകൾ കുറച്ചു കൊടുക്കും. അത് എന്തിൻ്റെ ബേസിലേക്ക് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ബേസ് എന്ന് പറയുന്നത് ഹി ഹാസ് പ്രൊവൈഡ് അതായത് ഇൻവെസ്റ്റിഗേഷൻ, അതായത് അവരുടെ ഈ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞു ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻസ് അതുമായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻഫോർമേഷൻ, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ശിക്ഷകൾ കുറച്ച് കുറയും. അതുപോലെ തന്നെ ഹി ഹാസ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ദാറ്റ് ലീഡ്സ് ടു കൺവിക്ഷൻസ്. അതായത് സെയിം പോയിന്റ് തന്നെയാണ്, ഇവരെ ഇൻവെസ്റ്റിഗേഷനിലോട്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസും കൂടുതൽ മോർ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോടതി ട്രിബ്യൂണൽസും ഇവർക്ക് എന്ത് ചെയ്യും, ഇവരുടെ ശിക്ഷകളുടെ അളവ് കുറച്ച് കൊടുക്കും. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം നമ്മൾ ക്രിമിനൽസിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇവരെ തരം താഴ്ത്തി എന്തെങ്കിലും സംസാരിക്കാനോ, അതുപോലെ തന്നെ ഇവരെ ഡിമോട്ട് ചെയ്യാനോ, ഇവരെ സസ്പെൻഡ് ചെയ്യാനോ, ഇവരെ ഹറാസ് ചെയ്യാനോ, ദേഹത്തെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇതാണ് എന്ത് ലയബിലിറ്റി ഓഫ് വിസിൽ ബ്ലോയിൻ്റെ കേസ്. അപ്പോൾ എക്സ്റ്റെൻഡ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദ LLP, ഈ 4 കേസാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ ഈസ് ഹോൾഡിംഗ് ഔട്ട് ആൻഡ് അൺലിമിറ്റഡ് കേസ് ഓഫ് ഫ്രോഡ്, പാർട്ട്നേഴ്സ് ആസ് ആൻ ഏജന്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതിൻ്റെ ലയബിലിറ്റി കേസുകൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺവേർഷൻ ഇൻ ടു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതായത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഫേമോ നമുക്ക് LLPയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെ ഫേംസാണ് പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി, അതുപോലെ തന്നെ സ്റ്റോക്കിൽ നമ്മൾ ആഡ് ചെയ്യാത്ത പബ്ലിക് കമ്പനീസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു LLPയിലോട്ട് മാറ്റാൻ പറ്റും. അതാണ് പറയണത്. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ABC പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് അറിയുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ABC LLP ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ LED പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഫേമും കമ്പനീസൊക്കെ നമുക്ക് പ്രൈവറ്റ് കമ്പനീസൊക്കെ നമുക്ക് LLP ആക്കാൻ പറ്റും. അപ്പോൾ LED പാർട്ട്ണർഷിപ്പ് ഫേം പറയുമ്പോൾ അത് LED LLP ആയി മാറും. അപ്പോൾ ഇതാണ് പറയുന്നത്, നമുക്ക് ഫേമൊക്കെ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും, ഫേം ആയിട്ടുള്ളതും പ്രൈവറ്റ് കമ്പനിയൊക്കെ ആയിട്ടുള്ളതും നമുക്കൊരു LLPയിലോട്ട് മാറ്റാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൺവേർഷൻ ചെയ്തു, അതായത് ഫേമുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികൾ, സ്റ്റോക്കിൽ ഉൾപ്പെടുത്താത്ത പബ്ലിക് കമ്പനീസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, LLPയിലോട്ട് മാറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു ഫേമാണ് നമ്മൾ മാറ്റുന്നത്, ഫേമോ കമ്പനിയോ, ഈ ഒരു ഫേമോ കമ്പനി LLPയിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ എല്ലാം ആ ഒരു കമ്പനീൻ്റെ ബേസിലുള്ള എല്ലാ കാര്യങ്ങളും LLPക്കുള്ളതാണ്.
അതായത് ആ ഒരു ഇപ്പോൾ ഏത് കമ്പനിയോ ഫേമാണോ നമ്മൾ LLPക്ക് മാറ്റിയത്, അപ്പോൾ ആ ഒരു ഓൾഡ് ഫേമിലുള്ള എല്ലാതും, അതായത് മൂവബിൾ ആയിട്ടുള്ളതും ലൈക്ക് ടാഞ്ചിബിൾ അസറ്റ്, മൂവബിൾ ആയിക്കോട്ടുള്ളതും ഇമ്മൂവബിൾ ആയിക്കോട്ടുള്ള എല്ലാ അസറ്റുകളും ആ ഒരു കമ്പനിക്കാണ്. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ, ഇൻട്രസ്റ്റുകളും അസറ്റും ലാബിലിറ്റിയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ ഒരു LLPക്ക് ഉള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ വരാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഫേമിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൈമാറുന്ന ദിവസം വരെ കൈമാറി കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിംഗ് പിന്നെ ആർക്കുള്ളതാണ്? ഈ ഒരു LLP ഫേമിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പഴയ ഫേമിന് എന്തെങ്കിലും ബാങ്ക് ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചു വിട്ടാനുള്ള കടമ ആർക്കുണ്ട്? LLPക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ പറയണത് ഇപ്പോൾ ഇതിൽ വീണ്ടും എന്താണ്, സെയിൽ ഡീഡോ ട്രാൻസ്ഫർ ഡീഡോ ഒന്നുമില്ല. അതായത് പഴയ ആ ഒരു കമ്പനീൻ്റെതോ ഫേമിൻ്റെതോ ഇപ്പോൾ ലൈക്ക് ഒരു കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് എന്താണ് ഈ ഒരു LLPക്ക് സ്വാഭാവികമായിട്ടും കൈമാറും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൈമാറുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് അതിന് വേണ്ടിയിട്ട് ഒരു സെയിൽ ചെയ്യാനുള്ള ഡീഡ് അങ്ങനത്തെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റോ ഡോക്യുമെൻറ്റ്സോ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൺവേർഷൻ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കേസിലാണ് ഓൾഡ് ഫേംസിൻ്റെ എല്ലാ അസറ്റുകളും ഇതിലോട്ട് മാറ്റുന്നത്. പിന്നെ പറയുന്ന പോയിന്റ്, നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫേമോ ഒരു കമ്പനിയോ നമ്മൾ LLPയിലോട്ട് മാറ്റി കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡിൽ നമ്മൾ പഴയ ഫേമിൻ്റെ പേരുണ്ടാവില്ല, പിന്നെ ആ ഒരു പുതിയ ഫേമിൻ്റെ പേരുണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ളൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പക്ഷെ അത് LLPയിലോട്ട് കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ പഴയ പേര് അവിടെ ഉണ്ടാവില്ല. അതായത് ABC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ആ ഒരു കമ്പനി അവിടെ നിന്ന് മാറ്റിയിട്ട് ABC LLP എന്നുള്ള കമ്പനിയാക്കി മാറ്റും. ആ ഒരു പേര്, പുതുതായിട്ടുള്ള ആ ഒരു പേര് കൊണ്ടുവരും. അപ്പം ഇങ്ങനെയാണ് എന്ത്, കൺവേർഷൻസ് ഓഫ് LLP എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. അതായത് ഒരു LLP പെർമനൻ്റ് ആയിട്ട് എന്നേക്കുമായിട്ട് അത് നിർത്തലാക്കപ്പെടുകയാണ്. അത് രണ്ട് രീതിയിലോട്ടാണ് നിർത്തലാക്കപ്പെടുക. ഒന്നാമത് വോളണ്ടറി ആയിക്കാണ്ട്, അതായത് സ്വമേധയായിക്കാണ്ടും. രണ്ടാമത് ട്രിബ്യൂണൽ, അതായത് കോർട്ട് വഴി മുഖാന്തരം അത് എന്ത് ചെയ്യുന്നു, നിർത്തലാക്കുന്നു. അപ്പം വോളണ്ടറി വൈൻഡിങ് അപ്പ്, അതായത് സ്വമേധയായിക്കാണ്ട് എങ്ങനെ വൈൻഡിങ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു LLP അവിടെ എന്താണ് ഇനി അങ്ങോട്ട് ഇല്ല, അത് നിർത്തലാക്കുകയാണ്. നിർത്തലാക്കുന്നതിൻ്റെ മുന്നേ അവിടെ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് ആ ഒരു LLP ഫേമിലുള്ള വ്യക്തികളോട്, അവിടെയുള്ള ജീവനക്കാരോടും പാർട്ട്നേഴ്സിനോടും എന്ത് ചെയ്യണം, ഒരു റെസൊല്യൂഷൻ നടത്തണം. ഇപ്പം അവിടെ 8 പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 8 പാർട്ട്നേഴ്സിൽ 75% വ്യക്തികൾ എന്തായിരിക്കണം, അതിന് റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, ഈ ഒരു നമുക്ക് നിർത്തി, ഈ ഒരു LLP നമുക്ക് നിർത്താം എന്നുള്ള ആ ഒരു റെസൊല്യൂഷൻ, ആ ഒരു വോട്ടെടുപ്പ് ഉണ്ടാകും. അതിൽ 8 പേരിൽ ഒരു 6 പേരെങ്കിലും എന്ത് ചെയ്യണം, പാസ്സാക്കുക എന്നുള്ള ആ ഒരു വാക്ക് കൊണ്ടുവരാണ്. റെസൊല്യൂഷനിൽ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു പിന്നെ ആ ഒരു ഫേം നമുക്ക് അവിടെ അടച്ചു പൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു LLPക്ക് കടക്കാരുണ്ട്. അതായത് സെക്യൂർഡ് ആയിട്ടുള്ള കടക്കാരും അൺസെക്യൂർഡ് ആയിട്ടുള്ള കടക്കാരും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം കൂടി എന്ത് ചെയ്യണം, ഈ ഒരു LLPക്കാർ വാങ്ങണം. ഫോർ എക്സാമ്പിൾ, ബാങ്കിൽ ലോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലോണിൻ്റെ അപ്രൂവൽ വാങ്ങണം. എന്തിന്, ഈ ഒരു ഫേം അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട്. കടക്കാരുടെ സമ്മതം ഉണ്ടെങ്കിൽ കൂടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവർക്ക് ഈ ഒരു ഇത് അടച്ചു പൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഇത് രജിസ്ട്രാറെ ഏൽപ്പിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം റെസൊല്യൂഷൻ പാസ്സായ അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ഒരു വോളണ്ടറി ആയിട്ടുള്ള വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ എന്നാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെസൊല്യൂഷൻ പാസ്സാവുമല്ലോ, അതാണ് അന്ന് മുതലാണ് എന്ത് ഇതിൻ്റെ ടൈം തുടങ്ങുന്നത്. ഓക്കെ, റെസൊല്യൂഷൻ പാസ്സായ അന്ന് മുതൽ ഈ ഒരു വോളണ്ടറി ടൈംസ് അപ്പ് തുടങ്ങും. ഇനി നമ്മൾ ഈ ഒരു LLP വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു LLPക്ക് എന്തെങ്കിലും കടം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കടം ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ കടം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു അഫിലിയേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ഫോമിൽ, ഒരു പത്രത്തിൽ നമ്മൾ അതിൻ്റെ എഴുതി കൊടുക്കണം. കടത്തിൻ്റെ ബേസ് എത്രത്തോളം കടം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എഴുതി കൊടുക്കണം.
ഓക്കെ. അതിനുശേഷം നമ്മളിത് എന്ന് കടം കൊടുത്ത് തീർക്കും എന്നുള്ളതും ആ ഒരു ഫോമിൽ നമ്മൾ എഴുതിയിരിക്കണം. പക്ഷെ നമ്മൾ ഈ ഒരു പാസ്സായ റെസൊല്യൂഷൻ ദിവസം മുതൽ എന്ത് ചെയ്യണം, 1 വർഷത്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. മിനിമം 1 വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ 1 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു കടം ഫുള്ള് കൊടുത്ത് വീട്ടണം. അതുപോലെ തന്നെ ആ ഒരു പത്രത്തിൽ, അഫിലിയേറ്റീവ് പത്രത്തിൽ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും ഒപ്പിട്ട് കൊടുക്കും വേണം. അപ്പോൾ ഇങ്ങനെയാണ് വോളണ്ടറി ആയിക്കാണ്ട് ഒരു LLP വൈൻഡപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ. അത് പറയുമ്പോൾ ഇവിടെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇവിടെ ഈ LLPയിലുള്ള പാർട്ട്നേഴ്സ് തന്നെ സ്വമേധയാ ഈ ഒരു ട്രിബ്യൂണലോട് പോയി പറയാണ് ഇങ്ങനെ ഈ ഒരു ഞങ്ങളുടെ LLP അടക്കണം എന്നുള്ള കേസ് പറയുന്നു. അത് പ്രമാണിച്ച് ആ ഒരു ട്രിബ്യൂണൽ അത് ക്ലോസ് ചെയ്യാൻ ഉത്തരവിടുന്നു. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു LLPയിലുള്ള ഈ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ നല്ല രീതിക്കുള്ള ഫൈറ്റൊക്കെ ഉണ്ടാവാന്നുണ്ടെങ്കിൽ അവർ സ്വമേധയാ ഈ ഒരു ട്രിബ്യൂണലോട് പോയി പറഞ്ഞിട്ട് അങ്ങനെ അത് ക്ലോസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ആ ഒരു LLPയിൽ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക്കിനകത്ത് വളരെ ദോഷമായി ചെയ്യുന്നുണ്ട്, അവിടെ ഫുൾ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ട്രിബ്യൂണൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നു. തേർഡ് കേസ് എന്ന് പറയുന്നത് 5 വർഷമായിട്ട് ആ ഒരു LLP എന്ത് ചെയ്യണില്ല, അവിടെയുള്ള അക്കൗണ്ടിങ് ഓഫ് സോൾവൻസിൻ്റെ ഒരു രജിസ്ട്രേഷൻസും അതുപോലെ റിട്ടേൺസും ഒന്നും എന്ത് ചെയ്യണില്ല, ഈ ROCക്ക് അതായത് രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് ഇതൊന്നും സബ്മിറ്റ് ചെയ്യണില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ട്രിബ്യൂണൽ ഇത് ക്ലോസ് ചെയ്യാൻ ഉത്തരവിടുന്നു. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2019 മുതൽ 2024 വരെയുള്ള ഒരു LLPൻ്റെ റിട്ടേൺസും ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറും ഒന്നും എന്ത് ചെയ്യണില്ല, ഈ ഒരു ROCക്ക് സമർപ്പിക്കണില്ല. അങ്ങനെ ആകുമ്പോൾ ട്രിബ്യൂണൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉത്തരവിടും. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ആ ഒരു LLP ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അവിടെ എന്നും എന്താണ് ആ പാർട്ട്നേഴ്സ് തമ്മിൽ ഫുൾ ഫൈറ്റിങ്ങും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് കൊണ്ട് ഒരു പർപ്പസ് നമുക്ക് ഈ ഒരു പബ്ലിക്കിന് കിട്ടുന്നില്ല. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രിബ്യൂണലിൽ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഉത്തരവിടാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് LLPയിൽ 2 പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ പാർട്ട്നേഴ്സോ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ 6 മാസം തുടർച്ചയായിട്ട് ഓരോ പാർട്ട്നേഴ്സ് വീതം വൈൻഡിങ് അപ്പ് ചെയ്ത് പോവുകയാണ്, അതായത് അവരവിടുന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ ആകെ ഒരൊറ്റ പാർട്ട്നേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 6 മാസത്തോളമായിട്ട് ഈ ഒരൊറ്റ പാർട്ട്നർ മാത്രമേ ആ ഒരു LLPയിലുള്ളൂ. അങ്ങനെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ട്രിബ്യൂണലിൽ അത് ക്ലോസ് ചെയ്യാം. കാരണം നമ്മൾ 7 മാസം 6 മന്ത്സും 7 മാസമായിട്ടും ഒരു പാർട്ട്ണർ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ട്രിബ്യൂണലിന് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു കേസ് എന്ന് പറയുന്നത്, ഇവിടെ എന്താണ്, ഈ LLPക്ക് കൂടുതൽ കടങ്ങളുണ്ട്. ഇപ്പോൾ സെക്യൂർഡ് ലോൺസ് ആയിക്കോട്ടെ, അൺസെക്യൂർഡ് ലോൺസ് ആയിക്കോട്ടെ, ബാങ്ക് ലോൺ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ കടങ്ങളുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഈ ഒരു കടങ്ങൾ വിറ്റ് പോകാൻ കഴിയണില്ല. അപ്പോൾ ഈ ഒരു കടം കൊടുത്ത ആളുകളുടെ ആ ഒരു പരാതി പ്രകാരം ട്രിബ്യൂണൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വോളണ്ടറിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞു. ഇതാണ് ട്രിബ്യൂണലിൻ്റെ കേസിലുള്ള വൈൻഡിങ് അപ്പ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്റ്റും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റും പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.